Gandhiji had no height regarded for his ability, but he was very careful about his character. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. പശു ഞാനന്ന് പഠിപ്പിച്ചത് മുത്തതി അതുപോലെ തന്നെ രാഷ്ട്രീയതല്ലോടി. ഇത് ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നുമില്ല. ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കണം. ഇത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണെന്ന്. അല്ലല്ല ഇവളുണ്ടല്ലോ ഈ ഡയാന, ഇവൾ ഇപ്പോഴല്ലേ ഡയാന, പണ്ട് ഇവള് ഇടയാനായിരുന്നു. ഇടയാന പോയാ ചൂടാണുണ്ണി ചൂടാണ്. Hello dear viewers, welcome to a super brand new episode of Once Upon a Time കലിപ്പനും കാന്താരിയും. നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കലിപ്പന്മാരെയും കാന്താരികളൊക്കെ അറിയാം അല്ലേ? പക്ഷേ അവരിൽ നിന്നുമൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയുടെ വീറും വാശിയേറിയ പോരാട്ടങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന മിടുക്കനും മിടുക്കത്തിയായ കലിപ്പനും കാന്താരിയുമാണ് നമ്മുടെ ഷോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വാഗതം ചെയ്യാം ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് ദി ബ്യൂട്ടിഫുൾ അതിഥി രവി. അതിഥി ഇപ്പോൾ ഒരുപാട് നല്ല നല്ല പടങ്ങളിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. പക്ഷെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ആംഗ്രി ബേബീസ് ഇൻ ലവ് അല്ല, ഒരു ചെറിയ ക്യാരക്ടർ ചെയ്താണ് വന്നത്. പിന്നെ ഡയറക്ടർ ഒരു വലിയ ജമ്പായിരുന്നു അലമാരയിലെ നായികയായിട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടിയത്? ഈ പറഞ്ഞ പോലെ ഓഡീഷൻ ഞാൻ ആംഗ്രി ബേബീസ് ഇൻ ലവ് കഴിഞ്ഞിട്ട് ഞാൻ ഓഡീഷൻസ് പോയിരുന്നു. കാരണം അന്ന് അങ്ങനെ ന്യൂ ഫേസ് തന്നെയാണ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഓഡീഷൻ പോയിട്ട് ഓഡീഷൻ ത്രൂ ആണ് അലമാരയിലേക്ക് പിന്നെ കിട്ടുന്നത്. അടിപൊളി, ബ്രില്യൻസ്. ഓഡീഷൻ ചെന്നപ്പോൾ അവരെന്താണ് അതിഥിയോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞത്? കാരണം ഓഡീഷന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതുവരെ പോവാത്തവർക്കൊക്കെ ഒരു ഇതായിട്ട് ഓരോ സിനിമയുടെ ഓഡീഷന് പോയാൽ എന്തായിരിക്കും അവർ പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അവിടെ മിഥുൻ ചേട്ടൻ ചെയ്യിപ്പിച്ചത് ആ സിനിമയിലെ ഒരു സീനായിരുന്നു. വേറെ അങ്ങനെ പുറത്ത് വേറെ അങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ആ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ചെയ്യിപ്പിച്ചു നോക്കി. അങ്ങനെയാണ് അതിലേക്ക് ഇന്നായത്. ശരിക്കും ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാണ് വന്നേ അഭിനയത്തിനോടൊക്കെയുള്ള? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടി ശാലിനീനെ ഒത്തിരി ഇഷ്ടമാണ്. ചാക്കോച്ചന്റെ ഒക്കെ സിനിമ അനിയത്തിപ്രാവ്, നിറം, ആ സമയത്തൊക്കെയാണ് സിനിമ. ഞാൻ 3-ോ 4-ലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ ആ സമയം തൊട്ടാണ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. എനിക്ക് അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ഓവർകോട്ടുള്ള ഒരു ചുരിദാർ കാരണം ഞങ്ങളുടെ ഒന്നും കോളേജിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. എല്ലാരും ബാറ്റ്മാൻ വരുന്ന പോലെ അതിന്റെ പുറത്തോട്ട് ബൈക്കിലൊന്നും പോയില്ല. അതിന് ബൈക്കിൽ പോകാൻ ബൈക്ക് വേണ്ടേ? ചുരിദാർ 1000 രൂപയ്ക്ക് കിട്ടും, ബൈക്ക് 50,000 രൂപ വേണ്ടേ? ഞങ്ങളെ അങ്ങനെ പറ്റില്ല, ഞങ്ങളന്ന് ഒരുപാട് പെട്ടുപോയല്ലോ. അതുകൊണ്ട് ഇത് കിട്ടുമായിരുന്നു. കുഞ്ചാക്കോ പോകാൻ കളിക്കാൻ വലിയ പാടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ചാക്കോച്ചനോട് ഞാൻ ചാക്കോച്ചനോടും പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചന്റെ മുഖത്ത് ബുക്ക് വെച്ച് എറിഞ്ഞാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ് ആ സമയത്തല്ല. പിന്നീട് ഞാൻ പഞ്ചവർണ്ണത്തെ ഡയറക്റ്റ് ചെയ്യുമ്പം ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എറിഞ്ഞ പത്രം ചാക്കോച്ചന്റെ മുഖത്ത് കൊള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 തവണ പേപ്പർ എറിഞ്ഞിട്ട് ഇത് അദ്ദേഹത്തിന്റെ മുഖത്ത് കൊള്ളുന്നില്ല, സൈഡിൽ കൂടെയൊക്കെ പോവുക. അപ്പൊ ഒരു ആർട്ട് ഡയറക്ടർ പറഞ്ഞു നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെക്കാം, ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം എന്തെങ്കിലും വെക്കാം, അത് വെച്ച് എറിഞ്ഞാല് മുഖത്ത് കൊള്ളുമല്ലോ. അപ്പൊ ടൈറ്റ് ആണ്, ഒരുപാട് ദൂരെ എറിയണ്ട, തൊട്ടടുത്ത് ഫ്രെയിമിന്റെ പുറത്തുനിന്ന് മുഖത്തോട്ട് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആർട്ട് ഡയറക്ടർക്ക് ഒരു ഭയമായി, കാരണം ഹീറോയുടെ മുഖത്ത് എറിയാൻ പോവാണല്ലോ, അത് എന്തേലും കൊള്ളുവോ നോവോ ഒക്കെ ചെയ്താൽ എന്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് ചോദിച്ചു സാർ അറിയുമോന്ന് ചോദിച്ചു എന്നോട്. കിട്ടിയ ഞാനത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒന്ന് കൊടുത്താലോ, കുറെ നാൾ ഇതുകൊണ്ടൊരു ഉപദ്രവം നമുക്ക് ഉണ്ടായിരുന്നതല്ലേ, പിന്നെ ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു. പടം തീരാനുണ്ടായിരുന്നല്ലോ, എന്റെ തന്നെ പടമല്ലേ, ഫസ്റ്റ് പടം തന്നെ ഞാൻ തന്നെ കൊള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് അതിഥി പറഞ്ഞല്ലോ ശാലിനിയോട് ഒരു ആരാധന തോന്നി. അതുപോലെ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും നടിമാർ? മനീഷ കൊയ്രാള, രംഗീല, ഊർമിളയാണത്. എന്ത് നീ ഏത് രംഗീലയാണ് കാണേണ്ടത്? രംഗീലയിലുള്ളത് ഊർമിള. ഇത് ഊർമിള ഒക്കെ ഗുപ്തിൽ കാജോളും മനുഷ്യ കൊയ്രാളെ ഉണ്ടായിരുന്നു, 2 പേരും ഉണ്ടായിരുന്നു. എനിക്ക് മനുഷ്യ കൊയ്രാളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഊർമിള മട്ടോൻകറിനെ കണ്ടിട്ടുണ്ട്. ഊർമിളയുടെ ഡാൻസ് കഴിഞ്ഞ് എന്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു ഒരു അവാർഡ് നൈറ്റിന് ഇവിടെ. അപ്പൊ നമ്മള് അടുത്ത ബാച്ച് നമ്മളാണല്ലോ, നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനപ്പോ ആലോചിച്ച് ഇത് ആരായി നിൽക്കുന്നേ, എത്ര നമ്മള് രംഗീലൊക്കെ കാണാൻ പോയ സമയത്ത് അങ്ങനെ സണ്ണി ലിയോൺ കണ്ടിട്ടുണ്ട്,
ഉറുമിളയെ കണ്ടിട്ടുണ്ട്, മനുഷ്യ കൊരളെ കണ്ടിട്ടുണ്ട്, മാധുരി ദീക്ഷിത്തിന്റെയും ജൂഹി ചൗളയുടെയും കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതാണോ ശരിക്കും? ഉണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. മാധുരി ദീക്ഷിത്തിന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ജൂഹി ചൗളയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, കാജോളിന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, ഷാറൂഖ് ഖാന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, സംസാരിച്ചായിരുന്നോ? സംസാരിച്ചിട്ടുണ്ട്. ഒരു ഷാറൂഖ് ഖാനെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമുണ്ട്. പിന്നെ കാജൽ അഗർവാൾ, തമന്ന, ഇങ്ങനെ ഇവരുടെ എല്ലാം കൂടെ പല കാലത്ത് അത് ഇതുകൊണ്ടുള്ളൊരു വലിയ ഭാഗ്യം. ചാക്കോച്ചിന് പോലും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലേ? നമുക്ക് ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല ഹോളിവുഡ് ആക്ടേഴ്സിന്. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ജോണി ഡെപ്പിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ വേറെ ആരെയാന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ മാമേ അയ്യോ അല്ല മാധവ മാഷ്. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യഭാവം രണ്ടക്ഷരം കുറിച്ചിട്ടുള്ളതു മറ്റൊന്നിൻ കർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന വർണ്ണത്തിലാശങ്ക ഉൽപ്രേഷാൽ അലങ്കൃതി. അതിഥി എന്റെ മലയാളം ഭാഷയാണ് മാധവ മാഷ്. ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കൊണ്ടുവന്നേക്കുവാണല്ലേ? താങ്ക് യു സോ മച്ച്. സർപ്രൈസ് ചെയ്യാൻ കൊണ്ടൊന്നുമില്ല. അതിന് ക്യാമറ ഏതാ ഫ്ലോർ ഏതാന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ഷൂട്ട് നടക്കും, അതിന്റെ ഇടയിലോട്ടാണ് കയറി വന്നത്. ഞാനോർത്ത് ഏതോ നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ള സിനിമയുടെ വന്നിരിക്കണേ എന്നുള്ളത്. അല്ലല്ല, ഞാൻ ഈ ഡയാനനെ കാണാൻ വേണ്ടിട്ട് വന്നതല്ലേ. ആണോ? ആ ശരി, ഒരു മാഷായോണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലെ ആ ചൂരല് മേടിച്ച് ഞാൻ ചന്തിക്കിട്ട് ഇതെന്റെ ആനത്തോട്ടിയാണ്. ആനത്തോട്ടിയോ? ഇവളുണ്ടല്ലോ ഈ ഡയാന, ഇവൾ ഇപ്പോഴല്ലേ ഡയാന, പണ്ട് ഇവള് ഇടയാനയായിരുന്നു. അന്ന് ഞാനിവളെ മെരുക്കി നിർത്തിയിരുന്ന എന്റെ തോട്ടിയാണിത്. അപ്പൊ ഡയാനെ എത്ര ക്ലാസ് വരെയാണ് ഇദ്ദേഹം ഞാൻ പഠിപ്പിച്ചത്? 1ാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അന്നേ എനിക്കറിയാമായിരുന്നു ഇവളുടെ ഉള്ളിൽ ഒരു കലയുണ്ടെന്ന്. അതെ അതെ അതെ. ആ കല അങ്ങോട്ട് വളർന്ന് പൂത്ത് പന്തലിച്ചേക്കല്ലേ. എന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു പരിപാടികളിൽ പങ്കെടുക്കാൻ. ഡയാന നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കുവോ? പഠിക്കുമായിരുന്നല്ലോ. പിന്നെ ഇവിടെ നന്നായിട്ട് പഠിക്കും. അത് മാത്രമല്ല ചാക്കിലോട്ടം, പിന്നെ ഇഷ്ടിക നടക്കല്, അങ്ങനെയുള്ള കലാപരിപാടികളിലൊക്കെ ഇവള് ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും മാഷാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാഷ് പറയാ എന്താ വന്നേ? ഞാൻ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണല്ലോ. കുമാരൻ ഒരു കൈത്താങ് എന്നിട്ടുള്ളതാണ് പരിപാടി. ശരി. അപ്പൊ അതിൽ ഇന്നലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്കൂളിലെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഡയാനയാണല്ലോ. എല്ലാവർക്കും ഒരു നിർബന്ധം, എങ്ങനെയെങ്കിലും ചെന്ന് കണ്ട് ഡയാനയെ കൊണ്ട് അതിഥിയെ അവിടെ ഒന്ന് കൊണ്ടുവരിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ അതിന്റെ കൂടെ രമേശ് വെറുതെ അടയ്ക്കല്ലേ, അപ്പൊ രമേശ് ഒന്ന് വന്നോട്ടെ. ഞാനങ്ങനെ വെറുതെ നടക്കുമല്ല. അല്ല, രമേശ് വന്നിട്ട് വേറെ ഒന്ന് പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട. അല്ല വേണ്ട, ഞാൻ വരുന്നില്ല. അല്ല, രമേശ് വരണം. അല്ല മാഷ, അങ്ങനെ പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ വലിയ സെലിബ്രിറ്റി അല്ലേ ഡയാന, നിങ്ങൾക്ക് അപ്പൊ ഡയാനയെ കൊണ്ടത് ചെയ്യിച്ചൂടെ? ചേട്ടാ, എന്റെ മാഷിന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും രണ്ടുപേരും സമയം കണ്ടെത്തി ഒന്ന് വന്നു കഴിഞ്ഞാല് കലാപരിപാടി ഒന്നും ചെയ്യണ്ട. വന്നതിന് ശേഷം വരിക, ചെക്കൊപ്പിട്ട് വരിക, പോവുക. എന്താ ചെക്ക് തരിക, പോവുക. ചെക്കോ? അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾ വരുമ്പോ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒപ്പിട്ട് തരുമോ ചെക്ക്? അല്ലല്ല, ചെക്ക് രമേശിന്റെ വീട്ടിലുണ്ടല്ലോ. രമേശിന് എടുത്തോണ്ട് വരാലോ, എപ്പോഴെങ്കിലും എടുത്തോണ്ട് വരാലോ. എടുത്തോണ്ട് വരിക, അതിനകത്ത് ഒപ്പിടുക. ബ്ലാങ്ക് ചെക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, തരിക. പൈസ അങ്ങോട്ട് കൊടുക്കാൻ. കുമാരനൊരു കൈത്താങ്ങാണ്. ആരെ? കുമാരനാരാ? അതായത് കുമാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നിർധനനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എന്റെ കൂടെ പഠിച്ച കുമാരൻ. അതെ, അത് മാഷിന്റെ മോനല്ലേ? അതെ, പക്ഷെ അവൻ നിർധനനാണല്ലോ. അപ്പൊ മാഷിന് പെൻഷൻ ഒന്നും കിട്ടുന്നില്ലേ? എനിക്ക് റിട്ടയർ ആയപ്പോ കിട്ടിയ പൈസ കൊണ്ടല്ലേ മൂത്ത മോള് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങിയത്. രമേശേട്ടാ, അതിഥി എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് വെച്ചിട്ട് എന്റെ സ്കൂളാണ്, എന്റെ മാഷിന്റെ റിക്വസ്റ്റ് ആയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു പോയാൽ മതി. മാറുന്നില്ലല്ലോ, ഡേറ്റ് കറക്റ്റ് അല്ലേ? നിങ്ങളുടെ കൺവീനിയൻസ് ഡേറ്റ് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് വെക്കുവാണെങ്കിൽ ഞാനും അതിഥിയും കൂടെ ആ ഫംഗ്ഷൻ വരാം, ഡയാനയും വരാം. പിന്നെ ആ കുമാരന്റെ കൈത്താങ്ങൊന്നും നടക്കണ കേസല്ല, നമ്മൾ വരാം, സംസാരിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ മാഷ, ഞങ്ങൾ ഷൂട്ട് നടത്തണം. അല്ല മോളെ, എനിക്ക് ഇനി വൈകുന്നേരം ട്രെയിൻ ഉള്ളതേ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുക്കാൻ കാശില്ല. അപ്പൊ മോളെന്തെങ്കിലും ഒരു പൈസ ഇല്ലാന്നൊന്ന് വിഷമിക്കുവാണോ? എന്നോടൊരു വാക്ക് പറയണ്ടേ? അയ്യോ, ഇത് ഓർത്ത് വിഷമിക്കണ്ടേ? ഒരു ഊണും കഴിക്കണം. എല്ലാത്തിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. മാഷ് ഒന്നും പേടിക്കേണ്ട. അവിടെ പോയി കുറച്ച് എത്ര നേരം വേണേലും അവിടെ പോയി ഇരുന്നോ കേട്ടോ. അവിടെ ഇരുന്നോ, ഓക്കെ അല്ലേ? അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നോ. പിന്നെ ഇവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. ഞാനടുത്ത് നീ പൈസ കൊടുക്കുമെന്ന് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇവിടെ ഒരാളെ വിളിച്ചിരുത്തുമ്പോ? മാഷ അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞ. എന്റെ ഭാവം കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാ വിചാരം.
മത്സരത്തിൽ പങ്കെടുക്കുന്ന കലിപ്പനും കാന്താരിയും അമൽ ആൻഡ് ശ്രീലക്ഷ്മി. വെൽക്കം. എടുത്തിട്ടാണോ ഇങ്ങനെ വന്നപ്പോഴേ ഇടിയാണല്ലോ. അതെ അതെ അതെ. ഓക്കെ, അപ്പോ അമൽ സ്വാഗതം, വീണ്ടും സ്വാഗതം. താങ്ക് യു. ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വേണേ പറയാം. കാരണം അമല് മുൻപ് വന്നിട്ടുള്ളത് സീസൺ 2-ലാണ്. യു ആർ കമ്മിങ് ഫ്രം പൂനെ ബേസ്ഡ് അല്ലേ? ഇപ്പൊ എവിടുന്ന വരുന്നത്? ഞാൻ ഇപ്പൊ ചെന്നൈന്നാണ്. ചെന്നൈന്നാണ് വരുന്നത്. എവിടെ, പഴയ കമ്പനി തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ പുതിയ കമ്പനിയിലാണ്, നാസ്ഡാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ശ്രീലക്ഷ്മി കുട്ടി, എന്താണ് പരീക്ഷ ടൈമാണോ? തൽക്കാലം പരീക്ഷ ഒന്നും നടക്കുന്നില്ല. ഇല്ല. പിന്നെ വരും. എന്തായാലും വരുമല്ലോ. എന്താ മോന്റെ പേര്? അമൽ. അല്ല, അത് മോനല്ലേ? അല്ല, മോളാണോ? ആ, മോളുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. രണ്ടുപേരും റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, അബൌട്ട് ഹാൻഡ്, സ്റ്റാൻഡ് കിസ്. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, സ്റ്റാൻഡപ്പ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ചുട്ട പെടകൊള്ളു. അയ്യോ മാഷെ, ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടരുത് പ്ലീസ്. എന്നാ റൂമിന്റെ കാശുതാ. അയ്യോ, സന്ദർഭോചിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടപെടാം, കുഴപ്പമില്ല. മിടുക്കി. അതെ, ഇവർ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് മസിലൊക്കെ പിടിച്ചു വെച്ചിട്ട് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുമെങ്കിലും പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൂളാണ്. ആണോ? അടിപൊളിയാണ്. പിന്നെ അതെ, എന്നാ നമുക്ക് PSC കൊടുത്തിട്ട് ആരാ ഫസ്റ്റ് നോക്കാം. യെസ്, PSC പാരഡി സോങ് ചലഞ്ച് ആണ്. പുതിയ ഐറ്റം ആണ് കേട്ടോ ശ്രീലക്ഷ്മി. അമലെ, ഓക്കെ. പാരഡിയുടെ ഉസ്താദ് കേശവൻ മാമൻ.